ഇപ്പോൾ ചടങ്ങുകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ നിഗംബോധ് ഘട്ടിന് പുറത്താണ് ഇപ്പോൾ ഉള്ളത്. അകത്ത് ചടങ്ങുകൾ പുരോഗമിക്കുന്നു. അതീവ സുരക്ഷയിലാണ്. VVIPകളുടെ ഒരു നീണ്ട നേരം സ്വാഭാവിക ഈ പരിപാടിയിലുണ്ട്. അതുകൊണ്ട് കനത്ത സുരക്ഷയിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ദ്രൗപദി മുർമു, രാഷ്ട്രപതി അടക്കമുള്ള ആളുകളൊക്കെ തന്നെ അന്തിമോപചാരം അർപ്പിച്ചു. അതിനുശേഷമാണ് മതപരമായ ചടങ്ങുകളിലേക്ക് ഇപ്പോൾ കടന്നിട്ടുള്ളത്. സിഖ് മതാചാര പ്രകാരമുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അത് അവസാനിക്കുകയും ചെയ്യുന്നു. ഈ സൈന്യത്തിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് ഈ ചടങ്ങുകൾ നടക്കുന്നതും. സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ ചടങ്ങുകൾ മുഴുവനായി തന്നെ മുന്നോട്ട് പോകുന്നതും. ഏതായാലും മതാചാര പ്രകാരമുള്ള ചടങ്ങുകളാണ് നിഗംബോധ് ഘട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യം കണ്ട മികച്ച പ്രധാനമന്ത്രിമാരിൽ ഒരാൾ ഏതെങ്കിലും ഒരു കുടുംബ മഹിമയുടെ പേരിലോ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളുടെ പേരിലോ ഒന്നും തന്നെ അത്തരം യാതൊരു പരിഗണനയും ഇല്ലാത്ത ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജ്ഞാനം കൊണ്ട്, വിജ്ഞാനം കൊണ്ട് അദ്ദേഹം ഉയർത്തിയെടുത്ത അദ്ദേഹത്തിൻ്റെ ഒരു ഗുഡ്വിൽ പിന്നീട് രാജ്യം ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ തന്നെ നരസിംഹറാവു ആശ്രയിച്ചു. ധനമന്ത്രിയേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഭൗതിക ശരീരം അഗ്നി ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഇനി അദ്ദേഹം ദീപ്തമായ ഒരു ഓർമ്മയായി ഇന്ത്യയുടെ മനസ്സിൽ അവശേഷിക്കും. നിഗംബോധ് ഘട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ മൃതശരീരം അഗ്നി ഏറ്റുവാങ്ങുന്നു. സിഖ് മതാചാര പ്രകാരമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അത് ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നു. ശ്രീനാഥ് ചന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്രീനാഥ്, ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണതയിലെത്തുന്നു. പറയൂ വിവരങ്ങൾ. തീർച്ചയായും ഒരു ചരിത്രം, ഒരു യുഗപുരുഷൻ അവിടെ അവസാനിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര അവസാനിക്കുകയാണ്. പക്ഷേ അദ്ദേഹം നമുക്ക് നൽകിയ സംഭാവനകൾ, അദ്ദേഹം നമുക്ക് കാട്ടിത്തന്ന വഴികൾ, അതിലൂടെയാണ് ഇനി നമ്മുടെ രാജ്യം മുന്നോട്ട് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം ഇവിടെ നിന്ന് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം നമുക്ക് നൽകിയ സംഭാവനകളിലൂടെ എന്നും അദ്ദേഹം ഓർമ്മിക്കപ്പെടും. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലെ, വിവരാവകാശ നിയമം പോലെ അദ്ദേഹം കാട്ടിത്തന്ന നല്ല വഴികൾ നമുക്ക് മുന്നിലുണ്ട്. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. അത് ഇനിയുമേറെ ജീവിതങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തും, ഗ്രാമങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തും. ഒട്ടും ആ തരത്തിൽ ഒരു പോപ്പുലറായ ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ പോലും അദ്ദേഹം നിശബ്ദമായി എങ്ങനെയാണ് വലിയ സ്വാധീനവും വലിയ ചലനവും ഉണ്ടാക്കിയത് എന്നത് മൻമോഹൻ സിംഗിൻ്റെ ജീവിതം അടയാളപ്പെടുത്തുന്നുണ്ട്. ഒരിക്കലും രാജ്യം വലിയ തകർച്ചയിലേക്ക് പോയി കൂപ്പുകുത്തുമെന്ന് തോന്നിയ ഘട്ടത്തിൽ ധനമന്ത്രിയെ വന്ന് അദ്ദേഹം നമ്മെ കരകയറ്റി കൊണ്ടുവന്നത് അന്ന് എതിർത്ത ആളുകൾക്ക് പോലും പിന്നീട് അത് പാഠമാകുന്നുണ്ടെങ്കിൽ ഒരു ക്രാന്തദർശിയായി അദ്ദേഹം മാറിയത് കൊണ്ടാണ്. അദ്ദേഹത്തിന് ആ തരത്തിലൊരു ദീർഘവീക്ഷണം ഉണ്ടായതുകൊണ്ടാണ്. അദ്ദേഹത്തെ പോലെ ഒരാളുടെ നഷ്ടം അത് രാജ്യത്തിന് എളുപ്പം നികത്താൻ കഴിയുന്ന ഒരാളല്ല. സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഒരു ചരിത്രം എടുക്കുമ്പോൾ ഇതുപോലെയൊരു മനുഷ്യൻ നമ്മുടെ രാജ്യത്ത് ഉണ്ടായത്, അദ്ദേഹം ജനിച്ചത് വിഭക്ത ഇന്ത്യയുടെ
പ്രദേശത്താണ്, പാകിസ്ഥാനിലെ ഭാഗത്താണെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യൻ ഇനി ഉണ്ടാകുമോ എന്നറിയില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹം. നമ്മുടെ രാജ്യം എങ്ങനെയാണ് കയറി വന്നത് പല പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്ന് ഇനിയുള്ള കാലത്ത് കുട്ടികൾ പഠിക്കുമെങ്കിൽ അവിടെയൊക്കെ മൻമോഹൻ സിംഗിൻ്റെ പേര് അത് ആദ്യ ഘട്ടത്തിൽ തന്നെ, ആദ്യ പാഠപുസ്തകമായി ആദ്യ ഭാഗത്ത് തന്നെ നമുക്കത് പഠിക്കേണ്ടി വരും. ആ തരത്തിൽ അത്രയേറെ സ്വാധീനം ചെലുത്തിയ ഒരു രാഷ്ട്രീയ നേതാവ്, യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുമ്പോൾ പോലും അതിനുള്ള ഒരു മെയ്വഴക്കമോ ആ തരത്തിലുള്ള ഒരു പ്രകടനപരതയോ ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു രാജ്യം എന്നത് മാത്രം മുന്നിൽ കണ്ട് ആ തരത്തിൽ മറ്റു സ്വാധീനങ്ങൾക്ക് വഴങ്ങാതെ പ്രവർത്തിക്കാൻ അദ്ദേഹം എടുത്ത തീരുമാനങ്ങളിൽ അദ്ദേഹം മറ്റു സ്വാധീനങ്ങൾക്ക് വഴങ്ങിയില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വം. ഉദാരവർക്കറും പോലെ എടുത്ത തീരുമാനങ്ങൾ പലപ്പോഴും പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും കോൺഗ്രസിൻ്റെ ഒരു പൊതുവായ നയത്തിന് വിരുദ്ധമായിരുന്നു ആ കാലത്ത് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. എന്നിട്ട് പോലും അദ്ദേഹം ഉറച്ചു നിന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിൽ അത് രാജ്യത്തിന് എങ്ങനെ ഗുണകരമാവും എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ജ്ഞാനമാണ്, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പരിജ്ഞാനമാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് തന്നെ അദ്ദേഹം ഉറച്ചു നിന്നത്. അതിൻ്റെ ഫലം, അതിൻ്റെ ഒരു വിളവെടുപ്പ് യഥാർത്ഥത്തിൽ ഈ 2024 നമ്മൾ അനുഭവിക്കുന്നു. രാജ്യത്തെ ലോകത്തിലെ മുൻനിര സാമ്പത്തിക ശക്തിയെ നമ്മുടെ രാജ്യം മാറിയെങ്കിൽ അതിന് വിത്തുവാകിയത് യഥാർത്ഥത്തിൽ മൻമോഹൻ സിംഗ് ആയിരുന്നു. അവിടെ നിന്ന് നമ്മൾ പടിപടിയായി കയറി വന്നാണ് ഈ ഒരു ഉയരത്തിലേക്ക് നമ്മൾ എത്തിയത്. ഇനി എത്ര ഉയരത്തിലേക്ക് പോയാലും അതിനൊരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ മൻമോഹൻ സിംഗിനെ നമ്മൾ എന്നും ഓർക്കേണ്ടി വരും. അങ്ങനെ വളരെ ലാളിത്യമുള്ള ഒരു ജീവിതം നയിച്ച ഒരു മനുഷ്യനാണ് ഇങ്ങനെ വിടവാങ്ങുന്നത്, യമുനാ തീരത്ത് ഇങ്ങനെ എരിഞ്ഞടങ്ങുന്നത്. നമുക്കറിയാം, വലിയ സമ്പത്ത് പലരും, രാഷ്ട്രീയ നേതാക്കളായ പോലും വലിയ സമ്പത്ത് ഉണ്ടാക്കാൻ പലരും ശ്രദ്ധിക്കുന്ന ഒരു കാലമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. പക്ഷേ എന്നാൽ പോലും പൊതുമേഖലാ ബാങ്കിൽ മാത്രമാണ് മൻമോഹൻ സിംഗിൻ്റെ നിക്ഷേപം ഉണ്ടായിരുന്നത്. പലർക്കും വലിയ കമ്പനികളുടെയൊക്കെ ഓഹരി വിപണികളിൽ ഒക്കെ വലിയ നിക്ഷേപമുള്ള ഒരു കാലത്താണ് അദ്ദേഹം ഈ തരത്തിൽ പൊതുമേഖലാ ബാങ്കുകളിൽ മാത്രം അദ്ദേഹത്തിൻ്റെ കുറഞ്ഞ നിക്ഷേപങ്ങൾ അവിടെ ഒതുക്കി നിർത്താൻ അദ്ദേഹം ശ്രമിച്ചത്. അങ്ങനെ ഒരു ലളിത ജീവിതം എങ്ങനെ നയിക്കാം എന്നത്, അതിൽ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് കാട്ടിത്തന്ന, സ്വന്തം ജീവിതം കൊണ്ട് കാട്ടിത്തന്നാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. അതുകൊണ്ട് ഈ ഒരു നഷ്ടം യഥാർത്ഥത്തിൽ അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലുതാണ്. ഇനിയൊരിക്കൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഏതെങ്കിലും കാലഘട്ടത്തിൽ വരാതിരിക്കട്ടെ. അങ്ങനെ വന്നാൽ മൻമോഹൻ സിംഗിൻ്റെ അഭാവം അത് നമുക്ക് വലിയ ഒരു വിടവ് തന്നെയാവും, വലിയ നഷ്ടം തന്നെയാകും. കാരണം അത്തരത്തിലുള്ള ഒരു ഉപദേശം നമുക്ക് 91 അദ്ദേഹം നൽകിയതാണ്. ആ ഉപദേശത്തിൻ്റെ പിൻപറ്റിയാണ് നമ്മൾ മുന്നോട്ട് വന്നത്. അതുകൊണ്ട് അത്രയേറെ കടപ്പെടേണ്ടിയിരിക്കുന്നു ഈ മനുഷ്യനോട്. ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് എതിർത്ത് നിന്ന ആളുകൾ പോലും, ആ ഒരു സാഹചര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ച ആളുകൾ പോലും ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ ഓർത്ത് അദ്ദേഹത്തിൻ്റെ നല്ല കാര്യങ്ങൾ, അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് അന്തിമ യാത്രയിൽ ഒപ്പമുണ്ട്. ആ യാത്രയിൽ ഇവിടെ നിഗംബോധ് ഘട്ടിലേക്ക് അവരെല്ലാം ഒരുമിച്ച് ഒഴുകിയെത്തിയെങ്കിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ആ തരത്തിൽ സ്മരിച്ച്. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യം വിട നൽകി. സംസ്കാര ചടങ്ങുകൾ അല്പസമയം മുമ്പ് നിഗംബോധ് ഘട്ടിൽ പൂർത്തിയായിരിക്കുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ നിഗംബോധ് ഘട്ടിലേക്ക് എത്തി. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ക്യാബിനറ്റ് അംഗങ്ങളൊക്കെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തി. അദ്ദേഹം മരിക്കില്ല, നമ്മളുടെ ഉള്ളിൽ ജീവിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ, നേതാക്കളൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. അവരുടെയൊക്കെ അന്തിമോപചാരം ഏറ്റുവാങ്ങി, പ്രാർത്ഥനകൾ ഏറ്റുവാങ്ങിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് നമ്മളെ വിട്ട് പിരിയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ദീപ്തമായ ഓർമ്മകളായിരിക്കും ഈ രാജ്യത്തിൻ്റെ ഒപ്പമുണ്ടാവുക.